ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇത് നമ്മൾ മില്ലറ്റ്സും പനീറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആദ്യമേ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇത് 1 കപ്പ് ഉണ്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി അരിഞ്ഞത്, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് 1/2 കപ്പ്, ക്യാപ്സിക്കം അരിഞ്ഞത് 1/4 കപ്പ്, 2 കളർ ക്യാപ്സിക്കം ഉണ്ട്, റെഡും ഉണ്ട് ഓറഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് 1/2 കപ്പ്. ഇത്രയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം സവാള അരിഞ്ഞത് 1/2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതായത് ക്യുമിൻ സീഡ്സ് ആണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം. 2 തരം ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഓറഞ്ചും ഒന്ന് റെഡും. അത് രണ്ടും 1/4 കപ്പ് വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കളറിലുള്ള ക്യാപ്സിക്കം കിട്ടിയില്ല എങ്കിൽ ഏത് ക്യാപ്സിക്കാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുത്താലും മതി. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാപ്സിക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പാണുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ വഴറ്റി കൊടുക്കുക. പനീർ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില അരിഞ്ഞത് 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1/2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനൊന്നും ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇത് മിക്സിക്കകത്തിട്ട് അരക്കരുത്, അപ്പം ഒട്ടൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇത് 1/2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കൈവച്ച് ഉടച്ചാൽ മതി. പനീറും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം, ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മില്ലറ്റ്സിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഏത് തരം മില്ലറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഫോക്സ് സ്റ്റൈൽ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഏതാണ്ട് ഒരു ഉരുള പരുവത്തിൽ ഉരുണ്ട് വരും, അത്രയും നേരം ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇതിവിടെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം വേറെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചൂടൊന്ന് ആറി വന്നതിന് ശേഷം വേണം നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിതിവിടെ കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട്. ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമ്മൾക്കിത് ഉരുട്ടാം. ഉരുട്ടിയിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുട്ടുന്ന പോലെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു വാഴയിലേക്കകത്താണ് ഞാനിത് പരത്തുന്നത്. അപ്പം വാഴയിലേക്കകത്തും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് തേച്ച് കൊടുത്താൽ മതി, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. വാഴയിലേക്കകത്തും ഇതേപോലെ തേച്ച് കൊടുത്തു. ഇനി ഓരോന്നായിട്ട് നമ്മൾക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ വിട്ട് വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് പ്രസ് ചെയ്താലും മതി. ഇത്രയും കട്ടിയിലാണ് ഓരോന്നും പരത്തിയെടുത്തിട്ടുള്ളത്, ഒരുപാട് തിന്നാക്കി പരത്തരുത്. ഇനി നമ്മൾക്കിത് വേവിക്കാനായിട്ടുള്ള പാനും കൂടെ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറുത്ത എള്ളാണ് വിതറി കൊടുക്കുന്നത്. ഇനി നമ്മൾ വാഴയിലേക്കകത്ത് പരത്തിയെടുത്തത് ഓരോന്നായിട്ട് ഈ പാനിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണ തേച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും, തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇനി തീ നന്നായി കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്, എന്നാലാണ് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിലും കൂടെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചെടുക്കാം. എല്ലാതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. കുറച്ചും കൂടെ വലിയ പാനാണെങ്കിൽ 2-3 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരെണ്ണം മാത്രമാണ് ചുട്ടെടുക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ ആദ്യം ചെയ്തെടുത്തത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി വാഴയില ഇല്ല എങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറിൽ പരത്തിയെടുത്താലും മതി. പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ പരത്തിയെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളത് പാനലിനകത്തോട്ട് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി ഇതൊന്നും കയ്യിലില്ല എങ്കിൽ കയ്യിൽ കുറച്ചധികം എണ്ണ തേച്ച് പരത്തിയെടുത്താലും മതി. ഒരുപാട് തിന്നാക്കരുത്. അപ്പോഴാണ് പിന്നെ അത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുക. കുറച്ച് കട്ടിയിൽ കയ്യിൽ വെച്ച് പരത്തിയെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ള പനീർ മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇത്. ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്